അല്ലു അർജുൻ, ലോകേഷ് കനകരാജ് ഒരു സിനിമ. അത് ആക്ച്വലി ഒരു റൂമറായിട്ട് കിടന്നതാണ്. പെട്ടെന്ന് ഇന്ന് അതൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആയിരിക്കുകയാണ്. അല്ലു അർജുനും ലോകേഷിൻ്റെ അടുത്ത പടമായിട്ട് കൈദി 2 അല്ലെങ്കിൽ വേറെ ഏതോ ഒരു പടമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പെട്ടെന്നായിരുന്നു അല്ലു അർജുനായിട്ടൊരു കൊളാബറേഷൻ എന്നും പറഞ്ഞിട്ടൊരു റൂമർ ആദ്യം വന്നത് റൂമറായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. പക്ഷേ അത് ഒഫീഷ്യലായിരിക്കുകയാണ്. അതിലുപരി ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് അനിരുദ്ധാണ്. സോ അല്ലു അർജുൻ, ലോകേഷ് ആൻഡ് അനിരുദ്ധ് ഇവർ 3 പേരും കൂടെയുള്ളൊരു കോമ്പിനേഷൻ. കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷ് വരുന്ന സിനിമയാണ്. കൈദി 2 ആണ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പടവും ഭയങ്കര എക്സൈറ്റഡ് ആയത്. ഭയങ്കര ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണ് അല്ലു അർജുൻ, ലോകേഷ് എന്ന് പറയുന്നത് തന്നെ. സോ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒരു പുഷ്പ വൈബാണല്ലോ ദൈവമേ. ഓ, മൈത്രേനാണല്ലേ പ്രൊഡക്ഷൻ. നവീൻ രവിശങ്കർ, അനിരുദ്ധ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കുന്നത് കിട്ടു സാധനം. അല്ലു അർജുൻ ഐക്കൺസ്. നല്ല രസമുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലാണ് പോകുന്ന ആ ഒരു സാധനം. IC23. കുറേ ചെന്നായ്ക്കളെ പേടിപ്പിച്ചു വിടുന്നു. LK07. ഷൂട്ട് സ്റ്റാർട്ട്സ് ഇൻ 2026. ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങും. പക്ഷേ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നെ സംബന്ധിച്ച് ഞാനത് റൂമറായിരിക്കും അങ്ങനെ ഒരു പെട്ടെന്ന്. ഓൾറെഡി അല്ലു അർജുൻ ഇപ്പം അറ്റ്ലിയുടെ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സന്ദീപ് ഡി വാഗയുടെ ഒരു പടം അനൗൺസ് ആയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പിരിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊന്ന് സെറ്റിലായതിനു ശേഷം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ലോകേഷുമായിട്ട് അല്ലു അർജുൻ്റെ ഒരു പടം എന്ന് പറയുന്നത്, ബിക്കോസ് ഞാൻ ഭയങ്കര ഒരു അല്ലു അർജുൻ്റെ ആരാധകനാണ്. ലോകേഷ് എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സാണ്. സോ ആ ഒരു കൊളാബറേഷനിൽ ഒരു പടം വരിക എന്ന് പറയുന്നത് തന്നെ, ലോകേഷിൻ്റെ ഒരു കൂലി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ലോകേഷിനെ, അതിൻ്റെ കഥയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു മേക്കിംഗ് വൈസ് ലോകേഷ് ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവീസ് തന്നെയാണ് ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ. അല്ലു അർജുൻ എന്ന് പറയുന്നത് പുഷ്പ പോലൊരു വലിയ ബ്രാൻഡ് സിനിമയ്ക്ക് ശേഷം അദ്ദേഹം അല്ലിയായിട്ട് കൈകോർക്കുന്നു. ഒരു എന്താ പറയുന്ന ഒരു വലിയൊരു ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സ്റ്റാറായി മാറിയിട്ടുണ്ട് അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ അലാവേ കൊണ്ടപുരമിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന ഒരു അല്ലു അർജുൻ്റെ സിനിമകളുണ്ട്. ആ ഒരു രീതിയിലുള്ള സിനിമകൾ മിസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും അദ്ദേഹം വലിയ വലിയ സിനിമകളെ ചെയ്യുള്ളൂ. അതൊരു വലിയൊരു വിഷമമാണ്. പക്ഷേ എന്നാൽ പോലും ഇതുപോലുള്ള കൊളാബറേഷൻസ് വരുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എസ്പെഷ്യലി ലോകേഷുമായിട്ട് കൈകോർത്തു എന്ന് പറയുന്നത്. അതിലുപരി ഭയങ്കര ഒരു എക്സൈറ്റഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മ്യൂസിക് ഡയറക്ടറാണ്. അല്ലു അർജുൻ എന്ന് പറയുന്നൊരു മ്യൂസിക്, അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നമുക്കെല്ലാം ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്നതാണ്. സോ അനിരുദ്ധും അങ്ങനെ വരുന്ന ഒരാളാണ്. സോ ഇവർ തമ്മിലുള്ളൊരു കൊളാബ്, എസ്പെഷ്യലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ട് ഭയങ്കര രസമുണ്ട്. നമ്മുടെ എന്താ പറയുന്ന ഒരു ക്ലാസിക്കൽ സാധനമാണ്, ഒരു റാപ്പൊക്കെ മിക്സ് ചെയ്ത്. അത് ഇതിനു മുമ്പ് നമ്മുടെ ഡോക്ടറിലൊക്കെ അദ്ദേഹം അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. റാപ്പ് മിക്സ് ചെയ്തിട്ടല്ല, ഡോക്ടറിൻ്റെ ആ ഒരു ഡോക്ടർ സോൾ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കാര്യം വരുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇന്ന് ആക്ച്വലി 1-2 ഫാൻ പേജുകൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ഫാൻ തിയറി ആയിരിക്കും അല്ലെങ്കിൽ റൂമർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ഇതൊരു ഭയങ്കരമായ ഒരു അൺഎക്സ്പെക്റ്റഡ് കൊളാബറേഷനായിപ്പോയി. ഉടനെ തന്നെ വരും. കാര്യം വെച്ചാൽ ലോകേഷിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ ഒരുപാട് നാൾ ഈ പറയുന്ന പോലെ 5-6 വർഷം കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല ലോകേഷിൻ്റെ ഒരു മേക്കിംഗ് വെച്ച്. പിന്നെ ഇതിൻ്റെ ഒരു പ്രിമിസസ് എന്താണെന്നോ മറ്റു വിവരങ്ങളും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റുകൾ വല്ലതും ആണോ എന്നും അറിയില്ല. വലിയൊരു സിനിമയാണ്. അത്രയും വലിയൊരു എന്താ പറയുക ഒരു ബഡ്ജറ്റ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലു അർജുനെ പോലൊരു വലിയ സ്റ്റാർ ഇതിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പടത്തിൽ. ഈ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയിലും കൊള്ളാം. നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഒരു ടീസർ എന്ന് പറയാൻ പറ്റില്ല, ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് പറയുക.